ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. രാഹുൽ ഗാന്ധിയെ തടഞ്ഞ UP പോലീസ്. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭാലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞു പോലീസ്. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗാസിപൂരിൽ നിന്ന്. വിനീത, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഉൾപ്പെടുന്ന സംഘം ഡൽഹിയിലേക്ക് മടങ്ങുകയാണോ? എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഗാസിപൂരിൽ മാധ്യമപ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകരോടും ഒക്കെ പറഞ്ഞത്? വിജയകുമാർ, രാവിലെ 10 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഒപ്പം തന്നെ UP PCC അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള സംഘം സംഭലിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇന്നുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഈ ഗാസിപൂർ അതിർത്തിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഗാസിപൂർ അതിർത്തിയിൽ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു UP സർക്കാർ. പിന്നാലെ ഈ അതിർത്തി പൂർണ്ണമായും ബാരിക്കേഡ് കൊണ്ട് അടച്ചായിരുന്നു പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന സംഘം ഈ ഗാസിപൂർ അതിർത്തിയിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ പലതവണ നേതാക്കൾ പോലീസുമായി സംസാരിച്ചു. നമുക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് DGPയും ഒക്കെയായി അവർ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ്. ഈ പോലീസ് വാഹനത്തിൽ തന്നെ ഒറ്റയ്ക്ക് താൻ ഗാസിപൂരിൽ നിന്ന് സംഭലിലേക്ക് യാത്ര തിരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോലും തന്നെ പോലീസ് അനുവദിച്ചില്ല എന്നാണ് മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ അവകാശം ലംഘിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയാണ്. സംഭലിലേക്ക് താൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു, പൂർണ്ണമായും സമാധാനപരമായിരുന്നു തന്റെ സന്ദർശനമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. ഈ പോലീസിന്റെ നടപടികൾ പൂർണ്ണമായും തെറ്റാണെന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഡിസംബർ 10 വരെ അവിടെ നിരോധനാജ്ഞ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്കുള്ള സന്ദർശനങ്ങൾ ഒന്നും തന്നെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു UP സർക്കാരിൻ്റെയും നിലപാട്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സമാജ്വാദി പാർട്ടി സംഘവും മുസ്ലിം ലീഗ് എംപിമാരും ഒക്കെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എംപിമാർ ഉൾപ്പെടെ സംഭൽ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതേപോലെ ഗാസിപൂരിലെത്തുകയും പിന്നീട് അവർക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടിയും ഒക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിരോധനാജ്ഞ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം സന്ദർശനങ്ങൾ പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് UP പോലീസ് നൽകുന്ന വിശദീകരണം. തുടർന്ന് ഈ സംഘം ഇപ്പോൾ ഗാസിപൂരിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. വിജയകുമാർ. വിനീത, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ വിഷയം സഭാതലത്തിൽ വീണ്ടും ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടി ഇന്നലെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കാൻ തയ്യാറായേക്കുമോ രാഹുൽ ഗാന്ധിയെ ഗാസിപൂരിൽ തടഞ്ഞതിന് പിന്നാലെ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സഭയിലടക്കം ഈ കോൺഗ്രസ് സംഘത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി ഈ വിഷയം കടക്കുമെന്ന് കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുക. വീണ്ടും സംഭൽ അത് വീണ്ടും രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിൽ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ അവകാശങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിലേക്കടക്കം ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. കാരണം ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത് മുതൽ നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയത്തിലൊന്നാണ് ഈ സംഭൽ വിഷയം. ഇന്നലെയും അഖിലേഷ് യാദവ് MP ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭലിൽ കൃത്യമായുള്ളൊരു അന്വേഷണം ഉണ്ടാകണം, ഒപ്പം തന്നെ മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളാണ് നടന്നതെന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളും ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങളുമൊക്കെ സഭയിൽ വീണ്ടും കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാട്ടം തുടരും എന്നും ഗാസിപൂരിൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് രാഹുലും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് പ്രതിനിധി സംഘം
ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സഭയിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം കോൺഗ്രസ് ഉന്നയിച്ചേക്കും അടുത്ത ദിവസങ്ങളിൽ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സുവർണക്ഷേത്രത്തിൽ വെടിയൊച്ച. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീന്ദർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമി ഖലിസ്ഥാൻ സംഘടനയായ ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബ് സർക്കാരിനെതിരെ വിമർശനവുമായി അകാലിദൾ നേതാക്കൾ രംഗത്തെത്തി. തലനാരിഴയ്ക്കാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ സുവർണക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചായിരുന്നു വധശ്രമം. സമീപത്തേക്ക് നടന്നെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. ബാദലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ കീഴ്പ്പെടുത്തി. ക്ഷേത്ര കവാടത്തിന്റെ ചുവരിലാണ് 2 വെടിയുണ്ടകളും പതിച്ചത്. ഖാലിസ്ഥാൻ സംഘടന ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൗരയാണ് അക്രമിയെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അക്രമിക്കെതിരെ UAPA കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തയ്യാറെടുപ്പുകളോടെയാണ് അക്രമി എത്തിയതെന്ന് പോലീസ്. ਸਾਡੀ ਪੁਲਿਸ ਦੀ ਜਿਹੜੀ ਅਲਰਟਨੈਸ ਹੈ ਔਰ ਜਿਹੜੀ ਡਿਪਲੋਇਮੈਂਟ ਸੀ ਉਹਦੇ ਕਰਕੇ ਇਹ ਸਾਰੀ ਜਿਹੜਾ ਅਟੈਕ ਕੀਤਾ ਗਿਆ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਗਈ ਅਟੈਕ ਦੀ ਉਹਨੂੰ ਫਾਇਲ ਕੀਤਾ ਗਿਆ। ਸਾਡੇ ਮੁਲਾਜ਼ਮ ਰਿਸ਼ਪਾਲ ਸਿੰਘ, ਜਸਬੀਰ ਤੇ ਪਰਮਿੰਦਰ ਇਹ 3 ਬੰਦਿਆਂ ਨੇ ਬੜਾ ਅਲਰਟਨੈਸ ਦਾ ਸਬੂਤ ਦਿੱਤਾ. അക്രമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നാലെ ബാദലിന്റെ ഭാര്യയും SADയുടെ MP-യുമായ ഹർസിമ്രത് കൗർ സുവർണക്ഷേത്രത്തിലെത്തി. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും ആം ആദ്മി സർക്കാർ മറുപടി പറയണമെന്നും അകാലിദൾ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ കോൺഗ്രസ് അപലപിച്ചു. മുൻ അകാലിദൾ സർക്കാർ മതപരമായ കുറ്റം ചെയ്തതായി കണ്ടെത്തി സിഖ് മത കോടതിയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയനുസരിച്ച് സുവർണക്ഷേത്രത്തിൽ കാവൽ ശുചീകരണ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ സുഖ്ബീന്ദർ സിംഗ് ബാദലും സഹപ്രവർത്തകരും. 24 ഡൽഹി. 24 ഇന്നലെ പുറത്തു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിന്റെ ഫോളോ അപ്പിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കൊട്ടാരക്കര വാളകം മേഴ്സി നഴ്സിംഗ് കോളേജിൽ പ്രവേശനത്തിന് മെറിറ്റ് അട്ടിമറിക്കാൻ നടത്തിയത് വലിയ ഗൂഢാലോചന എന്നാണ് സൂചന. മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് തെളിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തില്ല. 24 വാർത്ത പുറത്തുവിട്ട ശേഷമാണ് മെറിറ്റ് അട്ടിമറിച്ചു എന്ന വിവരം അറിഞ്ഞതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം 24നോട് പ്രതികരിച്ചു. 24 ഫോളോ അപ്പ്. സ്വകാര്യ നഴ്സിംഗ് കോളേജായ മേഴ്സി കോളേജിന് 30 BSc സീറ്റ് അനുവദിക്കാൻ സർക്കാർ നടത്തിയത് ദുരൂഹ നീക്കം. നവംബർ 30-ന് നഴ്സിംഗ് അഡ്മിഷൻ അവസാനിക്കാനിരിക്കെ 27-ന് രാത്രിയാണ് നഴ്സിംഗ് കൗൺസിൽ കോളേജിന് സീറ്റ് അനുവദിച്ചത്. ഇതിൽ 15 സീറ്റിൽ മെറിറ്റിൽ അഡ്മിഷൻ നടത്തേണ്ടത് സർക്കാരാണ്. ഇതിനായി സർക്കാർ LBSന് ഈ പട്ടിക കൈമാറണം. നഴ്സിംഗ് അഡ്മിഷൻ അവസാനിച്ച 30-ന് ശേഷവും പക്ഷേ LBSന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. മാനേജ്മെന്റ് മുഴുവൻ സീറ്റിലും സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തുകയും ചെയ്തു. ഈ വിവരം 24 പുറത്തുവിട്ടിട്ടും ആരോഗ്യവകുപ്പ് മൗനം തുടരുകയാണ്. ഇപ്പോഴാണ് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം ഉഷ. ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയില്ല. അത് മേഴ്സിയിൽ ഇങ്ങനെ അഡ്മിഷൻ നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദീകരണം തരണമെങ്കിൽ നമുക്കിത് പരിശോധിക്കേണ്ടി വരും. അന്വേഷണം ആവശ്യപ്പെട്ട് KSUവും മുസ്ലിം ലീഗും രംഗത്തെത്തി. അതായത് വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സർക്കാർ അറിയാതെ ഈ വിഷയം സംഭവിക്കത്തില്ല. നാളുകളിൽ നിയമത്തിൻ്റേതായിട്ടുള്ള നൂലാമാലകളിലേക്ക് ഈ 30 കുട്ടികളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരുടെ ഭാവി തുലാസിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. UDF യോഗം ചേർന്ന് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് MK മുനീർ. പ്രതിപക്ഷം അതിശക്തമായി ഈ വിഷയം ഉയർത്തും. അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടും. അത് ഏത് രീതിയിലുള്ള അന്വേഷണമാണെന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ സർക്കാർ മുഴുവൻ സീറ്റിലും മെറിറ്റിൽ അഡ്മിഷൻ നടത്താനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഈ നിർദ്ദേശം അട്ടിമറിച്ച് 22 സീറ്റ് മാനേജ്മെന്റ് നൽകുകയായിരുന്നു. മെറിറ്റ് അട്ടിമറിയുടെ വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് മൗനത്തിലാണ്. ആരുടെ സമ്മർദ്ദ ഫലമായാണ് മെറിറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റിന് സർക്കാർ ഒത്താശ നൽകിയത്? ഉത്തരം പറയേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. 24 ക്യാമ്പയിൻ തുടരുന്നു. തലവയ്ക്കല്ലേ തട്ടിപ്പാണ്.
സംസ്ഥാനത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി EDക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. സംസ്ഥാന വ്യാപകമായി ഡിജിറ്റൽ തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായനികുതി വകുപ്പിന്റെയും ഇടപെടൽ. വിദേശത്തു നിന്നടക്കം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണമിട്ട് നൽകുകയും അത് ATM വഴി പിൻവലിക്കുകയും ചെയ്യുന്നതിൽ വൻ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കേസെടുത്ത് ED സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRകൾ കേന്ദ്ര ഏജൻസി ശേഖരിച്ചു കഴിഞ്ഞു. അതേസമയം ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ ഹവാല ഇടപാട് നടക്കുന്നതായി EDക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ED അന്വേഷണ പരിധിയിൽ എത്തിയിട്ടുണ്ട്. കേസിലെ പ്രതികളെ ED കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഈ കേസിൽ ഹവാല ബന്ധം പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘമായിരുന്നു ഇതിന് പിന്നിൽ. സംസ്ഥാനത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ വിദേശ ഹവാല ബന്ധം ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ ശൃംഖലയുടെ നട്ടെല്ലൊടിക്കുമെന്ന് പ്രത്യാശിക്കാം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. 24 അന്വേഷണ പരമ്പര തുടങ്ങുന്നു. വഴിമുട്ടിയോ ലൈഫ്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് ഭവന പദ്ധതി വൻ പ്രതിസന്ധിയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തത് മൂലം വീടുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്ക് ഭീഷണിയായിരിക്കുന്നത്. വേഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വീടിന് വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ കാത്തിരിപ്പ് ഇനിയും നീളും. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി 29-ന് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. പദ്ധതി പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ പക്ഷേ വെളിവാക്കപ്പെട്ടത് പദ്ധതിക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളായിരുന്നു. ഇങ്ങനെ പോയാൽ ഈ വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് യോഗത്തിൽ ഉയർന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം 1 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം. മുൻവർഷം പ്രഖ്യാപിച്ച 1,52,000 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് നടപ്പ് വർഷം നിർമ്മാണ കരാർ ഉണ്ടാക്കിയത് 26,600 വീടുകൾ മാത്രം. ആകെ 1,26,652 വീടുകളാണ് ഈ വർഷം പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രമുള്ളപ്പോൾ പൂർത്തിയായത് വെറും 19,884 വീടുകൾ മാത്രം. ലൈഫ് പദ്ധതി വഴിമുട്ടി നിൽക്കുന്നതിന് വേറെ തെളിവ് വേണ്ട. എന്താണ് പദ്ധതി ഇങ്ങനെ ഇഴയാൻ കാരണം? പദ്ധതി വഴിമുട്ടാൻ 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം നൽകുന്നില്ല. സർക്കാരിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് ലഭിക്കാത്തതാണ് കാരണം. 2 ദിവസം മുമ്പ് വികസന ഫണ്ട് അനുവദിച്ചെങ്കിലും വിതരണമായിട്ടില്ല. എന്നാൽ വികസന ഫണ്ടിൻ്റെ 20% ഭവന പദ്ധതികൾക്കുള്ളൂ. വീടുകൾക്കുള്ള പണം പൂർണ്ണമായി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ വായ്പാ വിഹിതത്തിൽ 294.34 കോടി രൂപ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിർമ്മാണ പുരോഗതിയിലുള്ള 1,06,762 വീടുകൾ പൂർത്തിയാക്കണമെങ്കിൽ 700 കോടി രൂപ അടിയന്തരമായി ലഭ്യമാക്കണം. ഇതാണ് ലൈഫ് പദ്ധതി വഴിമുട്ടി നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം. സംസ്ഥാന പ്ലാനിൽ നിന്ന് ലൈഫ് മിഷൻ നൽകേണ്ട മുഴുവൻ തുകയും നൽകാത്തതാണ് പദ്ധതിക്ക് മുന്നിലുള്ള മൂന്നാമത്തെ തടസ്സം. നടപ്പ് വർഷം പദ്ധതി പൂർത്തിയാക്കാൻ 500 കോടി രൂപയാണ് ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടത്. വകയിരുത്തിയത് 200 കോടി രൂപ മാത്രം. അതിൽ നിന്ന് അനുവദിച്ചാകട്ടെ വെറും 50 കോടി രൂപ. 200 കോടി രൂപയില്ലാതെ പദ്ധതി പൂർത്തിയാക്കില്ലെന്നാണ് ലൈഫ് മിഷന്റെ നിലപാട്. ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തതിനും ലൈഫ് മിഷന് വായ്പ എടുക്കാൻ കഴിയാത്തതിനുമെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ: സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉദാസീനത തുടർന്നാൽ പാവപ്പെട്ടവൻ്റെ വീടെന്ന സ്വപ്നമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം ആർ ശ്രീജിത്ത്, 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആ DPRും തള്ളി. സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തള്ളി. റെയിൽവേ മാനദണ്ഡപ്രകാരം DPR പുതുക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സാങ്കേതിക പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. 24 എക്സ്ക്ലൂസീവ്.
കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളിക്കൊണ്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുതിയ DPR സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. റെയിൽവേ മാനദണ്ഡം അനുസരിച്ചുള്ള പുതിയ DPR തയ്യാറാക്കണം. ട്രാക്കുകൾ ബ്രോഡ്ഗേജ് സംവിധാനത്തിലായിരിക്കണം. ട്രാക്കുകൾ നിലവിലുള്ള റെയിൽവേ പാതയ്ക്ക് സമാന്തരമായിട്ടായിരിക്കണം. ഒപ്പം തന്നെ കൊച്ചുകളിൽ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ കവച് സേഫ്റ്റി സെക്യൂരിറ്റിക്ക് ആവശ്യമായ പ്രപ്പോസലും DPRന്റെ ഭാഗമാക്കാൻ നിർദ്ദേശമുണ്ട്. നിർമ്മാണ ഘട്ടത്തിലും ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷവും പൂർണ്ണമായ ഡ്രെയിനേജ് സംവിധാനം വേണം. റെയിൽവേയുടെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ പദ്ധതിയുടെ പാതകൾ സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് നിശ്ചയിക്കാനാകില്ല. പൂർണ്ണമായും പാരിസ്ഥിതികാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം അന്തിമ അനുമതി നൽകുമെന്നും മന്ത്രാലയം കെറെയിലിനെ അറിയിച്ചതായാണ് വിവരം. നാളെ ദക്ഷിണ റെയിൽവേയും കെറെയിൽ അധികൃതരും തമ്മിലുള്ള യോഗത്തിൽ വിഷയം ചർച്ചയാകും. കൊച്ചിയിലാണ് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക യോഗം നടക്കുക. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. ലോക്സഭയിൽ സംസ്ഥാന സർക്കാരിനെതിരെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹകരണമില്ലെന്ന് റെയിൽവേ മന്ത്രി കുറ്റപ്പെടുത്തി. ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് മെല്ലെപ്പോക്കെന്നും കേരള എംപിമാരുടെ ചോദ്യത്തിന് മന്ത്രി സഭയിൽ മറുപടി നൽകി. Honorable Prime Minister Shri Narendra Modi ji is totally committed towards developing the railway network of Kerala, and the allocation of funds he has given is huge, more than 3,000 crore rupees, which is almost 8 times what it used to be 10 years ago. However, the support from the state government is not forthcoming, Honorable Speaker, sir. The land acquisition in the state of Kerala, despite the funds having been deposited, is a meager 16% of what land is required. Also, all the Honorable MPs may please also help the railways by following up with their state government so that the land can be acquired. From our side, Honorable Speaker, sir, whatever land issues Honorable MP has raised, he may please come and discuss in detail with the map of the area, and his ideas will be very welcome for developing that parcel. നേമം ടെർമിനൽ നിർമ്മാണം വൈകുന്നത് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം കൊണ്ടാണെന്നും അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ ഡോക്ടർ ശശി തരൂർ MPയുടെ ചോദ്യത്തിന് റെയിൽവേ മന്ത്രി മറുപടി നൽകുകയായിരുന്നു. Question is not of funds. Question in Kerala is not of funds. We have already deposited 2,150 crore rupees for acquiring land. Unfortunately, that kind of support, I'll request Honorable Shashi Tharoor ji is a very influential MP. He has, people in entire Kerala listen to him. I'll request him to, if required, even sit on a dharna in front of the Honorable State Government and make sure that the land is acquired. Then only the project will. സഭയിൽ പുതിയ മുഖങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും UR പ്രദീപ് സഗൗരവ പ്രതിജ്ഞയുമാണ് ചെയ്തത്. സ്പീക്കർ AN ഷംസീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണരുതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാകും നടക്കുക. ഈസി വാക്ക് ഓവറായി ആരും കാണരുത് എന്നും AK ആന്റണി പറഞ്ഞു. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കും എൻ്റെ പ്രതീക്ഷ. ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും UDF ആരംഭിക്കണം. അത് ഈസി വാക്ക് ഓവറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം.
CPIM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും മകനും BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പങ്കെടുത്ത ചടങ്ങിലാണ് പാർട്ടി പ്രവേശം. CPIM വിട്ടതോടെ തനിക്കെതിരെ ഇതുവരെയില്ലാത്ത സാമ്പത്തിക ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നതെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു. മധു മുല്ലശ്ശേരി ഔദ്യോഗികമായി BJP ആയി. മധു മുല്ലശ്ശേരിയെ പോലെ നിരവധി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് BJPയിലേക്ക് എത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJPയിലേക്ക് എത്തുന്ന ആൾക്കാരെ CPM വേട്ടയാടുകയാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. 2.5 വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ 2 പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ്. മകൻ മിഥുൻ മുല്ലശ്ശേരിയും മധുവിനൊപ്പം BJP അംഗത്വം സ്വീകരിച്ചു. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു. ഇതുവരെ ഇല്ലായിരുന്ന ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ് എന്നെക്കുറിച്ച് പറയുന്നത്. 1-ാം തീയതി 12 മണിവരെ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഇല്ലായിരുന്നു. 2 മന്ത്രിമാർക്കെതിരെ ഗാർഹിക പീഡന പരാതിയുണ്ടെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രകോപനപരമായിട്ട് K. സുരേന്ദ്രൻ പ്രതികരിച്ചത്. വെറുതെ ഇങ്ങോട്ട് അത് ചോദിക്കണ്ട. നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭീഷണി വേണ്ട. പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് ചോദിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിരുന്നു. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ കുടുംബം സമരത്തിലേക്ക്. ഡോക്ടേഴ്സിനെ അനുകൂലിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് സത്യത്തിന് നിരക്കാത്തതാണെന്നും സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പിതാവ് അനീഷ് മുഹമ്മദ് പറഞ്ഞു. വിദഗ്ധ പരിശോധനയ്ക്കായി കുഞ്ഞിനെ വീണ്ടും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ചിട്ട് 26 ദിവസങ്ങൾ പിന്നിട്ടു. കുഞ്ഞിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർക്ക് വ്യക്തതയില്ല. ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഉറപ്പു നൽകിയിട്ടില്ല. ആരോഗ്യ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് ഡോക്ടേഴ്സിനെ സംരക്ഷിക്കുന്നതാണെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ്. ആരോഗ്യമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാർക്ക് താക്കീത് എന്ന് മാത്രമേ ഉള്ളൂ. ആ താക്കീത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ളൊരു നടപടിയിലേക്ക് കൊടുക്കണമായിരുന്നു. ഞാനും കുഞ്ഞും വൈഫും കൂടെ ആശുപത്രിയുടെ മുമ്പിൽ സമരത്തിന് പോകും. ഇതുവരെ ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളുടെ ഫലം കുടുംബത്തെ അറിയിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി ഇതുവരെ നേരിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഇന്നലെ മന്ത്രി ആലപ്പുഴയിലെത്തിയിട്ടും കുഞ്ഞിനെ കാണാൻ എത്തിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 24 ആലപ്പുഴ. സസ്പെൻസുകൾക്കൊടുവിൽ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. മുംബൈയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ ഫട്നാവിസിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ BJP നേതാക്കളും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയേണ്ടത് ആരൊക്കെ ഫട്നാവിസിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും? അജിത് പവാറും ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായി ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമോ എന്നാണ്. വിജയകുമാർ, നീണ്ടുനിന്ന ഒരു സസ്പെൻസാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുമ്പോൾ ഇന്ന് മാത്രമാണ് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായി വരുന്നത്. സസ്പെൻസ് ഇങ്ങനെ നീണ്ടപ്പോൾ ഒരു സർപ്രൈസ് എൻട്രി നമ്മൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ കണ്ടതാണ്. അത്തരമൊരു എൻട്രി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു. പക്ഷേ അതുണ്ടായില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും തന്നെയാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചൊരു ഘട്ടമാണ്. ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസത്തോടെ അദ്ദേഹത്തിനുണ്ടായ ഒരു അകൽച്ച അത് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രബലരായ 2 പേർ ഉപമുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അല്ലാതെ മറ്റൊരു കരുത്തനായ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് BJPക്ക് നിർദ്ദേശിക്കാനില്ല. ഐക്യകണ്ഠമായാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് നിയമസഭാ കക്ഷി യോഗത്തിൽ തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാർക്കുമൊപ്പം 20 പേരെങ്കിലും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. 43 മന്ത്രിമാർക്കാണ് സാധ്യത. അതിൽ 21 മന്ത്രിസ്ഥാനം BJPയുടെ പക്കൽ തന്നെയായിരിക്കും. ശേഷിക്കുന്ന മന്ത്രിസ്ഥാനങ്ങൾ NCPക്കും ശിവസേനയ്ക്കുമായി വിഭജിച്ച് നൽകും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള തർക്കം
വകുപ്പുകൾ ആർക്കൊക്കെയായിരിക്കും എന്നതാണ്. ആഭ്യന്തര വകുപ്പ് വേണമെന്നുള്ള കടുംപിടുത്തത്തിലായിരുന്നു ഏക്നാഥ് ഷിൻഡെ. പക്ഷേ ആ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. BJPയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയായിരിക്കും ആഭ്യന്തര വകുപ്പ് എന്ന് അറിയുന്നു. നഗരവികസനം അടക്കമുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ഷിൻഡെക്ക് നൽകി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചേക്കും. ധനകാര്യ വകുപ്പ് തനിക്ക് കാലങ്ങളായി ഏത് സർക്കാരാണെങ്കിലും മന്ത്രിയായി അജിത് പവാർ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണയും അജിത് പവാറിന് ധനകാര്യ വകുപ്പ് തന്നെ കിട്ടും എന്നതാണ് മനസ്സിലാക്കുക. അങ്ങനെ ചില നീക്കുപോക്കുകൾ മന്ത്രിസഭയിലെ വകുപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ ഏതായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അങ്ങനെ ഒരു VVIPകളുടെ ഒരു നിര തന്നെയാണ് വൈകിട്ട് ആസാദ് മൈതാനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നാളെയാണ് സത്യപ്രതിജ്ഞ. വകുപ്പുകളിലാണ് ഇനി ആകാംക്ഷയുള്ളത്. എത്ര വിട്ടുവീഴ്ച ചെയ്യും BJP ഷിൻഡെയ്ക്ക് മുന്നിൽ എന്നതാണ് അറിയേണ്ടത്. അതിനൊരു പക്ഷേ അടുത്ത മണിക്കൂറുകൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയേക്കും. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് വീണ്ടും കുരുക്ക്. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാടുകളിൽ വ്യാപക ക്രമക്കേടെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്ക് നിയമവിരുദ്ധമായി ഭൂമി പതിച്ചു നൽകിയതിൽ ഉന്നതതല ഇടപെടലെന്നും ED കണ്ടെത്തി. കൃഷിഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ 50-50 പദ്ധതിയിലേക്ക് സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതി നൽകിയത് 3.6 ഏക്കർ ഭൂമി. അതേ മൂല്യമുള്ള സ്ഥലമാണ് തിരികെ നൽകേണ്ടത്. എന്നാൽ അതോറിറ്റി പാർവതിക്ക് പതിച്ചു നൽകിയതാവട്ടെ 3 ഇരട്ടി വിലയുള്ള മൈസൂരുവിലെ 14 പ്ലോട്ടുകൾ. ഈ നിയമവിരുദ്ധ ഇടപാടിൽ ഉന്നതതല ഇടപെടൽ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ PA SG ദിനേശ് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച് തെളിവുണ്ടെന്ന് ലോകായുക്തക്ക് നൽകിയ കത്തിൽ ED പറയുന്നു. ഈ ഇടപാടിൽ മാത്രമല്ല, നിയമവിരുദ്ധ നടപടിക്രമങ്ങളിലൂടെ 1095 സൈറ്റുകൾ അതോറിറ്റി പതിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. മൂല്യം കണക്കാക്കിയാൽ 700 കോടി രൂപയുടെ അഴിമതി. കേസിൽ സിദ്ധരാമയ്യയെ ലോകായുക്ത നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. EDയുടെ കണ്ടെത്തൽ കൂടിയാകുമ്പോൾ കർണാടക മുഖ്യമന്ത്രിക്ക് കുരുക്കു മുറുകും. എന്നാൽ ED ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കമെന്നായിരിക്കും സിദ്ധരാമയ്യയുടെ പ്രതിരോധം. 24 ബംഗളൂരു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിക്ക് കണ്ണീരിൽ കുതിർന്ന വിട. സംസ്കാരം കാവാലത്തെ വീട്ടുവളപ്പിൽ നടന്നു. ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ഇൻഡോറിൽ സ്ഥിരതാമസമാക്കിയ പിതാവ് ഷാജിയും മാതാവ് ഉഷയും സഹോദരി ജിഷയും ഇന്നലെ നാട്ടിലെത്തിയിരുന്നു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാർ ഉടമ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായി ഷാമിൽ ഖാനെ നോട്ടീസ് നൽകിയാണ് വിളിച്ചു വരുത്തിയത്. ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തും. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ വാഹന ഉടമ ഇന്നലെ പറഞ്ഞത് പണം അല്ലെങ്കിൽ വാടക ഈടാക്കിയല്ല ഈ ടവേര അവർക്ക് വിട്ടുകൊടുത്തത്, സൗഹൃദത്തിൻ്റെ ഒക്കെ പേരിൽ വിട്ടു നൽകിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഈ വാഹന ഉടമയെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ഇനി പ്രസക്തിയുണ്ടോ, അതോ ഈ മൊഴിയെടുക്കുക എന്നത് സാങ്കേതിക നടപടി മാത്രമാണോ? വിജയകുമാർ, അങ്ങനെ സാധാരണ ഒരു സാങ്കേതിക നടപടിയല്ല. നോട്ടീസ് കൊടുത്താണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തി. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അയാൾ നിഷേധിച്ചിരിക്കുകയാണ്. വാഹനം വാടകയ്ക്കല്ല കൊടുത്തതെന്നാണ് അയാൾ പറയുന്നത്. അത് കൂടുതൽ മൊഴി മറ്റുള്ളവരിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. വാടകയ്ക്കാണോ വാഹനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ ഷാമിൽ ഖാൻ പറയുന്നത് ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്ത് കൊടുത്തു എന്നാണ്. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ട് പരിചയം മാത്രമെന്നാണ് ഈ വിദ്യാർത്ഥികളായിട്ടുള്ള പറഞ്ഞത്. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ ഉള്ള പരിചയം വെച്ചുകൊണ്ട് ഒരു വണ്ടി കൊടുക്കാൻ വഴിയില്ല. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ മൊഴിയിലൊരു സംശയമുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ 1.5 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വാടകയ്ക്ക് അയാൾ കൊടുക്കുന്ന ആളായിരുന്നു എന്നയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ വാഹനമാണ് അന്ന് വാടകയ്ക്ക് വിട്ട് നൽകിയെന്ന് കാര്യം കേൾക്കുന്നത്. അയാൾ സമ്മതിക്കുന്നുണ്ട്. അത് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇയാൾ ഇതിനു മുന്നേ വാഹനം ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് തെളിയുന്നുണ്ട്.
ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൊഴിയും കൂടി എടുക്കും നമ്മൾ. എന്നാലേ നമുക്കതിന് ആവശ്യമായിട്ടുള്ള തെളിവാകുന്നുള്ളൂ. കുട്ടികൾ ഇത് വാടകയ്ക്കാണ് എടുത്തിരുന്നതെന്നുള്ള ഒരു തെളിവ് കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കിത് നിയമപരമായി കോടതിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് വാടകയ്ക്കാണ് കൊടുത്തിരുന്നതെന്നുള്ളത് ശക്തമായ ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. ഈ 55 ദിവസത്തോളം ആയിട്ടുള്ള ഈ കുട്ടികളെ ഈ ചെറിയൊരു പരിചയം വെച്ച് ഈ വാഹനം കൊടുക്കാനുള്ള ഒരു സാധ്യത ഒരു സ്വാഭാവിക ബുദ്ധിയിൽ കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതാണ്. ഒരു 1.5 മാസത്തെ ചായ കുടിക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയമുള്ള ആൾക്ക് വണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്താ മനസ്സിലായില്ല? റെന്റ് കാറിന് ലൈസൻസ് ഇല്ല, വാഹനത്തിന് പിന്നെ ടാക്സി പെർമിറ്റും ഇല്ല. മറ്റു രേഖകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, വാഹനത്തിന് രജിസ്ട്രേഷൻ്റെ കാലാവധിയുമുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. ഈ റെൻ്റ് കാർ എന്ന് പറഞ്ഞ സംവിധാനമല്ല, റെൻ്റ് ക്യാബ് അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ള ആളല്ല അയാൾ. അങ്ങനെ നിയമപരമായി റെൻ്റ് ക്യാബ് സർവീസ് നടത്താനുള്ള ചുമതലപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത ലൈസൻസ് ഉള്ള ആളല്ല. അത് അനധികൃതമായി നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആളിത് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അയാളുടെ മൊഴിയിൽ അങ്ങനെയാണ് പറയുന്നത്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം അയാൾ അങ്ങനെ നടത്തിയിരുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. 1.5 മാസം പരിചയമുള്ള ഒരാൾക്ക് വെറുതെ അങ്ങനെ ഒരു വാഹനം കൊടുക്കാൻ സാധിക്കില്ല. വാഹന ഉടമ ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഷാമിൽ ഖാനെ വിട്ടയച്ചു. ഈ പണം ഈടാക്കാതെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനം വിട്ടുകൊടുത്തു എന്ന ഷാമിൽ ഖാന്റെ മൊഴി അങ്ങനെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കാൻ കഴിയില്ല. അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അങ്ങനെ കേവലം ചെറിയ നാളത്തെ സൗഹൃദം കൊണ്ട് അത്രയും വാഹനമൊക്കെ വിട്ടു നൽകുമോ എന്ന സാധാരണ ചോദ്യമാണ് ഉന്നത ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത്. അക്കാര്യത്തിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും തുടരന്വേഷണവും തുടർ നടപടി. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കൊല്ലം ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരു മരണം. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. കുട്ടികളടക്കം 28 പേർക്ക് പരിക്കേറ്റു. ചരക്ക് ലോറിയുടെ നിയന്ത്രണ നഷ്ടമായതാണ് അപകട കാരണം. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. തിരുനെൽവേലിയിൽ നിന്നും റോഡ് പണിക്കുള്ള മെറ്റലുമായി കരുനാഗപ്പള്ളിക്ക് വരികയായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറി. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സേലം സ്വദേശികളായ അയ്യപ്പ ഭക്തർ. ആര്യങ്കാവ് പഴയ ചെക്ക് പോസ്റ്റിന് സമീപം കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ലോറി എതിർവശത്തുകൂടെ വരികയായിരുന്ന ബസ്സിനെ ഇടിക്കുകയായിരുന്നു. അമിതമായിട്ട് ലോഡ് കയറ്റി വണ്ടി ന്യൂട്രലാണ് വരുന്നത്. യാതൊരു നിയന്ത്രണവുമില്ല. അവർ വരുന്ന വഴിക്ക് കണ്ട വണ്ടികളെല്ലാം തട്ടി ഇങ്ങനെ നിരന്തരം ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം താഴെ ഒരു എക്സൈസ് കോസ്റ്റിൽ പോയി ഇതുപോലെ വണ്ടി ഇടിച്ചു കയറി അപകടം ഉണ്ടായി. അതിനൊരു 2 വർഷം മുമ്പേ ഇവിടെ വണ്ടികൾ ഇടിച്ച് ഈ സെയിൽ ടാക്സി ജംഗ്ഷനിൽ മരണപ്പെട്ടിട്ടുണ്ട് ആളുകൾ. 3-4 പേർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലോറികൾ ഇറങ്ങി വരുമ്പോൾ ന്യൂട്രലിട്ട് ഇന്ധനം ലാഭിക്കാനായി പോകുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അപകടം പതിവായി ഉണ്ടാകുന്നു. ചെറിയ അപകടങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത്. സംരക്ഷണ ഭിത്തിയും തകർത്ത് 20 അടി താഴ്ചയുള്ള കുഴിയിലാണ് ബസ് വീണത്. 2 പേർ റോഡിലേക്ക് തെറിച്ചു വീണു. ഒരാൾ തൽക്ഷണം മരിച്ചു. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. ബസ്സിൽ 4 കുട്ടികളടക്കം 24 പേരുണ്ടായിരുന്നു. 6 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടം നടന്ന ഉടൻ ലോറി ഡ്രൈവർ ഇറങ്ങി ഓടിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ മോട്ടോർ വാഹന വകുപ്പിനോട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊല്ലം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പരാതികളിലാണ് ചോദ്യം ചെയ്യൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് സംഘം റിപ്പോർട്ട് നൽകും. PV അൻവർ നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ആഡംബര വീട് നിർമ്മാണം, കള്ളക്കടത്ത്, സ്വർണം തിരിമറി, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി തുടങ്ങിയവയായിരുന്നു പരാതികൾ. 6 മണിക്കൂറാണ് വിജിലൻസ് സംഘം MR അജിത് കുമാറിനെ ചോദ്യം ചെയ്തത്. വിജിലൻസ് SP KL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. തന്റെ വാദം തെളിയിക്കാനുള്ള രേഖകൾ അജിത് കുമാർ കൈമാറി. തനിക്ക് അനധികൃത സ്വത്തില്ലെന്നാണ് അജിത് കുമാർ നൽകിയിരിക്കുന്ന മൊഴി. ആരോപണങ്ങൾക്ക് പിന്നിൽ മതമൗലികവാദികളെന്നും മൊഴി കൊടുത്തിട്ടുണ്ട്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അജിത് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യും. ഡിസംബർ അവസാനത്തോടെ വിജിലൻസ് സംഘം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 24 തിരുവനന്തപുരം. ഇടുക്കിയിൽ യുവതിയെ അപമാനിച്ച കേസിൽ പ്രതിയായ CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജുമോൻ ബാബുവിനെതിരെ നടപടിയെടുത്ത ജില്ലാ നേതൃത്വം. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. ബിജുമോൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പാർട്ടി നടപടി. ചേറ്റുകുഴി സ്വദേശിയായ യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറഞ്ഞ കേസിലാണ് പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജുമോൻ ബാബുവിനെതിരെ
വണ്ടൻമേട് പോലീസ് കേസെടുത്തത്. ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ വ്യക്തിവൈരാഗ്യം മുൻനിർത്തി പലതവണ ബിജു വാഹനം തടഞ്ഞ് അശ്ലീലം പറഞ്ഞെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വധഭീഷണി മുഴക്കിയെന്നുമാണ് യുവതിയുടെ പരാതി. സമൂഹമാധ്യമങ്ങളിലെ വിവിധ അക്കൌണ്ടുകളിൽ നിന്ന് ബിജു യുവതിക്കും സഹപ്രവർത്തകർക്കും സന്ദേശമയച്ചെന്നും പരാതിയിലുണ്ട്. ഭീഷണി പതിവായതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും വണ്ടൻമേട് പോലീസിലും യുവതി പരാതി നൽകി. വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതും അശ്ലീലം പറഞ്ഞതും തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കും വാർത്തകൾക്കും പിന്നാലെ ബിജുമോൻ ബാബുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയതായി CPIM ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. 24 ഇടുക്കി. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ദേവാനന്ദിന്റെ സംസ്കാര ചടങ്ങുകൾ കുടുംബ വീടായ പാലായിലെ കുടുംബ വീട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേവാനന്ദിന്റെ കുടുംബ വീടാണ് പാലായിലേത്. പിതാവിന്റെ ജന്മനാട്, പിതാവിന്റെ വീട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരെയും അവിടെ കാണുന്നുണ്ട്. മാതാപിതാക്കളും ബന്ധുക്കളും മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ കാവാലത്തും നമ്മൾ സമാനമായ കാഴ്ചയാണ് കണ്ടത്. മറ്റ് 3 കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു. ടോബി ജോൺസൺ പാലായിലെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും. ടോബി, അങ്ങേയറ്റം ഹൃദയഭേദകമാണ് അവിടുത്തെ കാഴ്ചകൾ, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ടോബി മറ്റു വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായിട്ടും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ദേവദത്തൻ ഈ ഒരു MBBS-ലേക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോയത്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മാസങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ദുഃഖ വാർത്ത അത് ഈ കുടുംബത്തെ മാത്രമല്ല ഈ നാടിനെയും, പ്രത്യേകിച്ചും ഈ മറ്റക്കര എന്ന് പറയുന്ന നാടും, ഒപ്പം തന്നെ മലപ്പുറം കോട്ടയ്ക്കൽ അവർ താമസിച്ചതും പഠിച്ചതും വളർന്നതുമൊക്കെ അവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെയും ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ ഹൃദയം നുറുങ്ങുന്ന വേദനകളാണ് ഈ ഒരു വിയോഗം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഇവിടേക്ക് മൃതദേഹം എത്തിച്ചത് ഏകദേശം 2 മണി സമയത്തായിരുന്നു. അപ്പോൾ മുതൽ നിരവധി ആളുകൾ, ഈ പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ കോട്ടക്കലിൽ നിന്നുള്ള ആളുകളും എല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും കൃത്യം 2 മണിയോടുകൂടി ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാവുന്നത്. ചടങ്ങുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് വീട്ടിൽ നിന്നും ഇറക്കിയിരിക്കുന്നത്. ഈ വീട്ടുവളപ്പിന് തൊട്ട് പിന്നിൽ ആണ് ചിതയൊരുക്കിയിട്ടുള്ളത്. വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണിത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേവനന്ദനും അതുപോലെ തന്നെ ദേവദത്തനും 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. അതിൽ ആദ്യത്തെ ആള് MBBS 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ മൂത്ത മകന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇളയ മകനും ഇതേ രംഗത്തേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും എല്ലാം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത്, ഈ മറ്റക്കര വീട്ടിൽ താമസിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അതോടൊപ്പം തന്നെ ഈ ദേവനന്ദന്റെ അച്ഛന്റെ അനിയനുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ വേണ്ടി പലപ്പോഴായി അവധിക്കാലങ്ങളിലെല്ലാം ഇവിടേക്ക് ഓടിയെത്തുന്ന ദേവനന്ദനെ അവരെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മുത്തശ്ശൻ നാരായണൻപിള്ളയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്. എൻ്റെ കൊച്ചുമകൻ അവൻ എന്നെ കാണാൻ വേണ്ടി ഓടി വരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമിടറുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചിരുന്നു. അത്രത്തോളം ആത്മബന്ധം ഈ വീടുമായിട്ട്, ഈ തറവാട് വീടുമായിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തായിരുന്നു, കോട്ടക്കലിലായിരുന്നു താമസമെങ്കിലും ജനിച്ചതും വളർന്നതുമെല്ലാം അവിടെയായിരുന്നെങ്കിലും അവധിക്കാലം ചെലവഴിക്കാൻ ഇവിടേക്ക് അങ്ങനെ ആ ബന്ധത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഓടി വന്നിരുന്നത്. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ 2 വർഷം അദ്ദേഹം +2 പഠനകാലത്തും ഈ കുടുംബവുമായി വളരെ അടുത്ത് ഇടപഴകാൻ ദേവനന്ദന് സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം ഇവിടെയുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കും. നിരവധി വിദ്യാർത്ഥികൾ, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെയും +2 പഠിച്ചിരുന്ന സ്കൂളിലെയും എല്ലാം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരി ടോബി, കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പാലായിലെ കുടുംബ വീട്ടിൽ, മുത്തശ്ശന്റെ വീട്ടിൽ നടക്കുകയാണ്. വിവരങ്ങളാണ് ടോബി നൽകിയത്. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭാലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞതിൽ ലോക്സഭയിൽ ഉയർത്തി കോൺഗ്രസ്. കാസിപ്പൂർ അതിർത്തിയിൽ രാഹുലിനെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ
എന്തെങ്കിലും പ്രതികരണം സഭയിൽ ഉണ്ടായിരുന്നോ? കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണമോ മറുപടിയോ ഉണ്ടായിരുന്നോ? പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയോ, അതോ കോൺഗ്രസ് മാത്രമാണോ? വിജയകുമാർ, ഈ സമ്പാൽ വിഷയം ഈ സഭാ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇരു സഭകളിലും അധ്യക്ഷന്മാർ ഈ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. ഇന്നലെ ആദ്യമായി സഭ സാധാരണ നിലയിലായപ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ശൂന്യവേളയിലാണ് ഈ വിഷയം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മറുപടി ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായില്ല. ഇന്നും സമാനമായി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കമുള്ള 5 MP-മാരെ സമ്പലിലേക്കുള്ള യാത്രാമധ്യേ ഉത്തർപ്രദേശ് അതിർത്തിയിൽ വെച്ച് തടഞ്ഞ വിഷയം സഭയിൽ കോൺഗ്രസ് ഉന്നയിച്ചു. പ്രതിപക്ഷം ഒന്നടക്കം തന്നെ സഭ ഇതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വേണ്ടത്ര മുൻഗണന നൽകുന്നില്ല എന്ന ആക്ഷേപം സമാജ്വാദി പാർട്ടിക്ക് ഉണ്ട്. ഇന്നലെ സഭയിൽ അത് പ്രതിഫലിച്ചിരുന്നു. സമാജ്വാദി പാർട്ടി അംഗങ്ങൾ വിഷയം ഉന്നയിക്കുകയും നടുത്തളത്തിൽ ഒറ്റയ്ക്ക് സമാജ്വാദി പാർട്ടി അംഗങ്ങൾ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തതോടെയാണ് കോൺഗ്രസും ഈ വിഷയത്തിൽ ഒപ്പം ചേർന്നതും. തുടർന്ന് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ സമ്പലിലേക്ക് പോകാനുള്ള തീരുമാനം ഇന്നലെ വൈകിട്ടോടുകൂടി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി, ഒരു വിഷയമായി ഇതിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യ സഖ്യം മുന്നോട്ട് നീങ്ങുകയാണ്. ശരി ബൽറാം, രാഹുൽ ഗാന്ധിയുടേത് ഒരു വഴിപാട് യാത്ര എന്ന് സമാജ്വാദി പാർട്ടിയുടെ വിമർശനവും ഇപ്പോൾ വരുന്നുണ്ട്. അതിനിടയിലാണ് വിഷയം സഭയിൽ ഉന്നയിക്കുകയും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചുണ്ടലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി. പുത്തൂർ വയൽ സ്വദേശികളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട നവാസുമായി ഇവർക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഹോട്ടലിന് മുന്നിൽ കോഴിത്തല കുഴിച്ചിട്ട് കൂടോത്രം ചെയ്തു. അത് നവാസാണ് എന്ന് പ്രതികൾ സംശയിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ഡിവൈഎസ്പി പി ബിജുരാജ് വ്യക്തമാക്കി. ഇവർക്ക് പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിൻ്റെ മുകളിൽ 2 പേര് ജ്യേഷ്ഠനും അനിയനും അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡൻറ്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ സഹോദരങ്ങൾ മാത്രമാണോ ഈ കേസിൽ പ്രതികളാകുക, അതോ ഇവർക്ക് പിന്നിൽ ഇവർ നിയോഗിച്ച, ഇവർ ചുമതലപ്പെടുത്തിയ മറ്റാളുകൾ ഉണ്ടോ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. 2 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് തുടരന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ നവാസിൻ്റെ കടയും സ്റ്റേഷനറി കടയും ഇവരുടെ ഹോട്ടലും, ഈ പ്രതികളുടെ ഹോട്ടലും റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ്. അതായത് ചുണ്ടയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഇരുവശങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ. നേരത്തെ ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കഴിഞ്ഞ 30-ാം തീയതി പുലർച്ചെ ഒരു കൂടോത്രം നടന്നു എന്നുള്ളതാണ് ആരോപണം. അതുമായി ബന്ധപ്പെട്ടൊരു CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ ഈ കോഴിത്തലയും അതോടൊപ്പം തന്നെ മഞ്ഞളും പട്ടുമെല്ലാം തന്നെ വെക്കുന്ന തരത്തിലുള്ളൊരു ദൃശ്യം പുറത്തു വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഒരു പരാതിയുണ്ട്. ഈ സുൽഫിക്കർ എന്ന് പറയുന്ന ഈ 2 പ്രതികളുടെയും പിതാവിൻ്റെ പരാതി ഈ വൈത്തിരി സ്റ്റേഷനിൽ ഉണ്ട്. ഇതിനുശേഷം ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ള തരത്തിലാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം ഈ പ്രതികൾക്കുണ്ടായിരുന്നു. ഇതിൽ 2 പേരും സഹോദരങ്ങളാണ്. അതായത് ഈ സുമിൽ ഷാദും അതോടൊപ്പം തന്നെ അജിൻ ഷാദും. ഈ അജിൻ ഷാദാണ് ഈ വിവരങ്ങൾ, ഇദ്ദേഹത്തെ എവിടേക്കാണ് പോകുന്നത് നവാസിന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ട്രാക്ക് ചെയ്ത് നൽകിയത്, ഫോണിലൂടെ വിവരങ്ങൾ നൽകിയത്, ഈ സുമിൽ ഷാദിന് കൈമാറിയത് ഈ അജിൻ ഷാദ് എന്ന് പറയുന്ന സഹോദരനാണ്. ഇതിൻ്റെ ഭാഗമായാണ് 2 പേരെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അതായത് ചുണ്ടയിൽ നിന്ന് എസ്റ്റേറ്റ് റോഡ് വഴി പോകുന്ന ഭാഗത്തേക്ക് നേരെ വന്ന് ഈ ഥാർ ജീപ്പ് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയെ തുടർന്നാണ് നവാസിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ശരി സുർജിത്ത്, ഒരു വാഹനാപകടം എന്ന നിലയിൽ
ഒരു കേസായിരുന്നു. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചതോടെയാണ് അന്വേഷണം നടന്നത്. അതിലാണ് അതൊരു കൊലപാതകമാണ് എന്ന വിവരം പുറത്തു വരുന്നത്. കൂടുതൽ ആളുകളുണ്ട്, ഈ സഹോദരങ്ങൾ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയവും ശക്തമാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചെമ്മാമുക്കിലെ അതിക്രൂര കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനിലയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതി പത്മരാജൻ വാഹനത്തിൽ പിന്തുടർന്ന് തീ കൊളുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നവും സാമ്പത്തിക തർക്കവുമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏറെ നാളായി പ്രതി പത്മരാജനും കൊല്ലപ്പെട്ട അനിലയും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പത്മരാജൻ നൽകിയ പണം കൊണ്ട് അനില സുഹൃത്തുമായി ചേർന്ന് കടപ്പാക്കടയിൽ ബേക്കറി തുടങ്ങി. ഇത് ചോദ്യം ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിലും വാക്കുതർക്കമായി. പിന്നാലെ ഇന്നലെ രാത്രിയോടെ അനിലയെ പിന്തുടർന്ന തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തഴുത്തലയിലെ പമ്പിൽ നിന്ന പ്രതി പത്മരാജൻ ഇതിനായി പെട്രോളും വാങ്ങി. വണ്ടി വന്ന് നേരെ വന്ന് ഇതിനെ ലെഫ്റ്റിലോട്ട് ഇടിക്കുകയായിരുന്നു. ഇടിച്ചിതിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാൾ അതിനകത്ത് എന്തോ ഒരു സാധനം എടുത്ത് ചീറഞ്ഞ്. അത് ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് തീ ഇങ്ങനെ പെട്ടെന്ന് ഞാനിവന് കത്തിടാ എന്ന് വെച്ചാൽ വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കത്തുമില്ല. അപ്പോൾ എന്തോ ഒരു സാധനം എടുത്ത് ഒഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ട്. അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത് സുഹൃത്തെന്ന് കരുതിയാണ് പ്രതി കൃത്യം ആസൂത്രണം ചെയ്തത്. എന്നാൽ കാറിലുണ്ടായിരുന്നത് ബേക്കറിയിലെ മറ്റൊരു ജീവനക്കാരനായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊല്ലപ്പെട്ട അനിലയുടെ സുഹൃത്തിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് എഫ്ഐആർ. കുറ്റബോധം ലവലേശമില്ലാതെ പ്രതി പത്മരാജൻ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അരുണസാറിനൊപ്പം MG പ്രതീഷ്, 24. അല്പസമയം മുമ്പ് പ്രതി പത്മരാജനെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ. നമ്മളിപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്താ ഈ ചോദ്യം ചെയ്യലിൽ പ്രതി പറയുന്നത്? അത് ഫാമിലി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളാണ് പറയുന്നത്. സാറേ, പ്ലാൻഡ് ആയിരുന്നോ ഇത് എന്നാണ് നമ്മൾ കരുതുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഇനി സയന്റിഫിക് അന്വേഷണവും ബാക്കി CCTV ദൃശ്യങ്ങളെ പരിശോധിച്ചിട്ടുണ്ട്. ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കും. അന്വേഷണത്തിന്റെ ഭാഗം വിളിക്കും. അന്വേഷിക്കുന്നു. നമ്മൾ അന്വേഷിക്കും. MG പ്രതീഷ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. പ്രതീഷ്, ഇക്കാര്യത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? വിജയകുമാർ, നിലവിൽ പ്രതി പത്മരാജൻ തന്നെയാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം കുടുംബപരമായ ചില പ്രശ്നങ്ങളും സാമ്പത്തിക തർക്കങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇവരുമായി ബന്ധമുള്ള മറ്റുള്ളവരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൃത്യമായി നടത്തിയ കുറ്റങ്ങൾ പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാര്യ അനില, അതായത് കൊല്ലപ്പെട്ട അനിലയുമായി ഉണ്ടായ ചില കുടുംബപരമായ പ്രശ്നങ്ങൾ പത്മരാജന് ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ അനിലയുടെ സുഹൃത്തിനുമായി അനിലയ്ക്കുണ്ടായിരുന്ന ബന്ധം പലതവണ ഈ പത്മരാജൻ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, അനിലയ്ക്ക് പത്മരാജൻ നൽകിയ പണം ഈ സുഹൃത്തുമായി ചേർന്ന ഒരു ബേക്കറി തുടങ്ങാൻ വിനിയോഗിച്ചു. അതുൾപ്പെടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതൊരു വൈരാഗ്യമായി മാറുകയും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. പ്രതി ഒരേ സമയം 2 കൊലപാതകമാണ് ആസൂത്രണം ചെയ്തത്. അത് തന്റെ ഭാര്യ അനിലയെയും ഒപ്പം സുഹൃത്തിനെയുമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ആ സമയത്ത് കാറിലുണ്ടായിരുന്നത് സുഹൃത്തായിരുന്നില്ല, കടയിലെ മറ്റൊരു ജീവനക്കാരനായിരുന്നുവെന്ന് പിന്നെയാണ് ബോധ്യപ്പെട്ടത്. ഇതിൽ സാഹചര്യ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഫോറൻസിക് വിദഗ്ധരും ഈ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി അനിലയുടെ മൃതദേഹം അല്പസമയം മുമ്പ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. ശബരിമല ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ
പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങിയതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ 11 മണിക്കൂർ പണിമുടക്കിയിരുന്നു. ഈ മിന്നൽ പണിമുടക്കാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. ഡോളി ജീവനക്കാർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് വേണ്ടിയിരുന്നത്. പ്രായമായവരും നടക്കാൻ വയ്യാത്തവരും രോഗികളുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഡോളി സർവീസ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് കോടതി ചോദിച്ചു. സന്നിധാനത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.